അപ്പോൾ അപ്പൊ ഈ ഇത് അതിനുശേഷം ഈ അടി ഈ കടക്കുന്നു, അങ്ങ് ശക്തമായിട്ട് പോയിട്ട് എസ് ഇവരുടെ എച്ച് ഒരു ആയിട്ട് ഗ്യാങ് സംസാരിക്കുന്നു. കൂടി എന്താണ് പോംവഴി എന്ന് പറയുന്ന സമയത്ത് ജാമ്യം കിട്ടൂല, ഇന്ന് ശനിയാഴ്ചയാണ്, കമ്പ്യൂട്ടറിൽ കയറിയ പ്രശ്നമാണ്, എഫ്ഐആർ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, മോനടക്കം ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടാവും എന്ന് പറയുന്നു. അത് കേട്ട് താങ്കൾക്ക് ഭയം ഉണ്ടാവുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത് ഔസേഫ്? അതിനുശേഷം ഇവനോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞ ഈ പരാതിക്കാരനായ ദിനേശ് വണ്ടാഴി, നെന്മാറയടുത്ത് വണ്ടാഴിയിലുള്ള ദിനേശായിട്ട് സംസാരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ, അപ്പോൾ സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവനോട് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് സംസാരിച്ചു. എന്താണ് ദിനേശ് ഉദ്ദേശം അവിടെ എന്ന് ഉണ്ട്, ചോദിച്ചു. അപ്പോൾ ഈ ഇവൻ എന്നോട് ദിനേശും മകനും പറഞ്ഞത്, അവിടെ ഉണ്ട്. ചേട്ടാ എൻ്റെ ദിനേശുമായിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ദിനേശ് അവിടെ ദിനേശ് ഉണ്ട്. അപമാന്യമായിട്ടാണ് പെരുമാറുന്നത് അല്ലേ, സ്റ്റേഷനിൽ വെച്ച്? ദിനേഷിനെ സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണ്. സ്റ്റേഷനോട് സൈഡിൽ ചേർന്ന് ആ CCTV-യിൽ കാണാം ഇവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇവൻ പറഞ്ഞ് ഇവൻ്റെ സിസ്റ്റർ ജൂബിലി മിഷനിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്, അവന് പൈസ ആവശ്യമുണ്ട്, സർജറി കഴിഞ്ഞാൽ അവന് വലിയ പൈസ അവിടെ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കണം, അവനത് ആ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ ടിക്കറ്റൊക്കെ എടുത്ത് എന്നെ കാണിച്ചു, എനിക്ക് പണം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ ഇങ്ങനെ സ്റ്റേഷനിൽ വല്ല ഉന്തും തള്ളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് നടത്തുന്ന ഭാഗമായിട്ട് വല്ല 1000-2000 രൂപയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവൻ എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെയല്ല, വലിയൊരു എമൗണ്ട് ആവശ്യപ്പെട്ടെ 5 ലക്ഷം രൂപ കൊടുക്കണം. അത് 3 ലക്ഷം SI രതീഷിനും പോലീസുകാർക്കും ഉള്ളതാണ്, 2 ലക്ഷം എനിക്കുള്ളതാണ്. അപ്പോൾ ചേട്ടൻ കേട്ടല്ലോ, ചേട്ടൻ ആ പൈസ. അപ്പം ഞാൻ പറഞ്ഞു, എടുത്താ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ, ഒരു 2000-3000 ഒക്കെ വേണമെങ്കിൽ ഞാൻ തരാം, ഒരു പ്രശ്നം തീർന്നു പോട്ടെ. അപ്പോൾ പറഞ്ഞില്ല ചേട്ടാ, അത് ചേട്ടൻ്റെ മോനും എല്ലാവരും റിമാൻഡിൽ പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പരാതിയില്ല. ചേട്ടൻ കേട്ടതല്ലേ, ഇപ്പോൾ SI കാണിക്കുന്നത് മുഴുവൻ കണ്ടില്ല, അപ്പോൾ ചേട്ടൻ്റെ ആൾക്കാർ മുഴുവൻ ജയിലിൽ പോയിക്കോട്ടെ, എനിക്ക് 5 ലക്ഷം രൂപയിൽ ഒന്നും കുറയില്ല. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കാൻ പോയില്ല. അതായത് എൻ്റെ മകനും ഈ ജീവനക്കാരും റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ജാമ്യാപേക്ഷയൊക്കെ ആയി പോയി, ഒരു സിറ്റിംഗ് കഴിഞ്ഞു, 2 സിറ്റിംഗ് കഴിഞ്ഞു. എൻ്റെ മകൻ, അയാൾ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് MTech ബിരുദധാരി, ആറ്റമിക് എനർജിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ജോലി രാജിവെച്ച് എൻ്റെ കൂടെ ബിസിനസ്സിൽ വന്നേക്കണതാണ്. അങ്ങേര് ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസിലോ ഒരു കേസിലോ ഒന്നും പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെയും ജീവനക്കാരെയും കൊണ്ടുവന്ന്, ഈ ജീവനക്കാരും നിരപരാധികളാണ്. അപ്പോൾ ഇവരെ ജയിലിൽ അടയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പണത്തിൻ്റെ വിലയല്ല നോക്കിയത്, മനുഷ്യ ജീവനാണ് ഞാൻ മുൻഗണന കൊടുത്തത്. ഇവർ വീണ്ടും കൊണ്ടുപോണ വഴി ഇവനെ ആക്രമിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്ത് ഒരു പരുവാക്കി, ഒരു ഇഞ്ച പരുവാക്കിയിട്ട് അവർ ജയിലിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ജയിലിലും കൊടുക്കും ഇവർ. അപ്പോൾ ഇതെല്ലാം ഞാൻ പരിഗണിച്ചപ്പോൾ പണത്തിന് വില കൊടുക്കാതെ ഞാൻ ഉടനെ ഇവനെ കൂട്ടി വന്ന് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് വെച്ച് തന്നെ അവനെ കസേരയിലിരുത്തി ഞാൻ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് പണം അടങ്ങിയ സഞ്ചിയായിട്ട് വന്നു. 50,000-ൻ്റെ 2 കെട്ട് വെച്ച് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം അവനെ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. 4 ലക്ഷം പോരേന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോരാ, ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ 3 ലക്ഷം അവർക്ക് കൊടുക്കാനുള്ളതാണ്, 2 ലക്ഷം എനിക്കുള്ളൂ എന്ന് അവൻ പറഞ്ഞ് ആ മുഴുവൻ പണവും വാങ്ങിച്ച് അവൻ്റെ കാറിൽ തന്നെ, അവൻ വന്ന ആ കാറിൽ തന്നെ, ആ ദൃശ്യങ്ങളിലുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇടത് സൈഡിൽ ഇരുന്ന് അവൻ തന്നെ ഞാൻ തല്ലിയെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു കൊണ്ടുപോയി അവൻ അവിടെ വന്ന് ഈ വണ്ടിയിൽ പണം വെച്ച് വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം അവൻ SIയുടെ അടുത്ത് വന്ന് പറയുന്നത്, സഞ്ചി അവൻ ലോക്ക് ചെയ്ത് ഇവൻ്റെ വണ്ടിയിൽ വെച്ചതിന് ശേഷം SIയുടെ അടുത്ത് വന്ന് പറയുകയാണ്, സാറേ എനിക്ക് പരാതിയൊന്നുമില്ല, അയാൾ നല്ല മുതലാളിയാണ്, എനിക്ക് പരാതിയൊന്നുമില്ല. അപ്പോൾ നിനക്ക് പരാതിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പരാതിയൊന്നുമില്ല. അപ്പോൾ എന്നാൽ ശരി. അപ്പോൾ ഇവനെ എന്നിട്ട് ഇവർ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു. ഈ ദിനേഷിനെ ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററുള്ള കുതിരാൻ കഴിയുന്നവരെ വീണ്ടും ഞങ്ങളുടെ ആൾക്കാരെ ലോക്കപ്പിൽ തന്നെ ഇട്ടു, ഒരു അരമണിക്കൂറോടി ലോക്കപ്പിലിട്ടു. അവൻ ടണൽ കടന്നു എന്നുള്ള തിരിച്ചെങ്ങാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഞങ്ങളുടെ ആൾക്കാരെ ലോക്കപ്പ് തുറന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മകേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ അവനെ തല്ലിന്നൊക്കെ പറഞ്ഞൊരു ക്ഷമാപണം എഴുതി തരണം, മേലാൽ ആവർത്തിക്കില്ല. അയാൾ പറഞ്ഞ മാതിരി എഴുതിയില്ലെങ്കിൽ ഒരെണ്ണത്തിനും പുറത്ത് കിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞ് ഈ 4 പേരെ കൊണ്ട് ക്ഷമാപണം എഴുതി വാങ്ങിച്ച് ഈ രജിസ്റ്ററിൽ കേസ് തീർത്തു എന്നും പറഞ്ഞ് ഒപ്പിടിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ വിട്ടത്. ഈ പൈസ രതീഷിന് കൊടുത്തതായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഈ രതീഷ് ഈ പൈസ വാങ്ങിയത് ദിനേശ് നമ്മളോട് കള്ളം പറഞ്ഞതാണോ? ഇനി ദിനേഷ് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ന് പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാളെ വീട്ടിൽ ചെന്നതിന് ശേഷം പണമായിട്ട് തിരിച്ചു വരും, അവർക്ക് പണം കൊടുക്കും. അവരായിട്ട് ഈ CCTV-യിൽ ഡോക്ടർ ആരുണ്ട്, ഈ CCTV ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്, ഈ മകേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ അവിടെ റൈറ്ററുടെ അടുത്ത് വെച്ചിട്ട് ഇവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഇവനെ കെട്ടിപ്പിടിക്കുകയും അവനോട് ഭയങ്കര സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവനോട് പറയുന്നുണ്ട്, എടാ നിനക്ക് 5 ലക്ഷം കിട്ടിയില്ലേ,
കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, കള്ളപ്പണം ആട്ടോ നിന്നെ പിടിക്കും. അപ്പോൾ ഈ പോലീസുകാരനറിയാം, ഈ മകേഷിനറിയാം എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം മേടിച്ചിട്ടുണ്ടെന്നുള്ള പോലീസിനറിയാം. അപ്പോൾ നീ സൂക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞാൽ അവനെ കെട്ടിപ്പിടിക്കുകയും അവനെ ചുംബനം നൽകുകയും ഭയങ്കരമായിട്ട് ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് എൻ്റെ ജീവനക്കാരെ ഇങ്ങനെ മർദ്ദിക്കുന്നത്.